ഹായ്, എന്താണ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞോ? നമുക്കേ ഈ ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, ചേട്ടന്മാർക്കും ഭയങ്കരമായ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അവർ പ്രതികരിച്ചു തുടങ്ങി. പക്ഷേ എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവർക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന്. അവരുടെ ചിന്തകൾ വേറെയാണ്. അതായത് ഒരു ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. അവൾക്ക് എന്തിനാണൊരു കുറവ്? പക്ഷെ എന്നാലും എപ്പോഴും ഈ ദേഷ്യവും ഈ കുറ്റപ്പെടുത്തലും മാത്രം. സന്തോഷം എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നില്ല വീട്ടിൽ നിന്ന്. വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല. ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കിനി ഒരു കുറവും വരുത്തിയിട്ടില്ല. ക്യാഷിന് ക്യാഷുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അത് കൊടുക്കുന്നുണ്ട്, എന്തല്ല എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മനസമാധാനം തരത്തില്ല. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള യാതൊന്നുമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ലേഡീസ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ 4 പേരുടെ മുന്നിൽ കൊണ്ടുപോകുന്നതോ ഇതൊന്നും അല്ല. അതിനേക്കാളൊക്കെ ഉപരി ഇവർ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്: സ്നേഹം, കെയറിങ്. അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് വരണം. അവർ സുരക്ഷിതരാണ് അവിടെ അല്ലെങ്കിൽ അവരുടെ കൂടെ എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരണം. ഇതൊന്നുമില്ലാതെ നമ്മൾ കുറച്ച് എന്താ പറയുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവിടെ ഇവിടേക്ക് ഒന്ന് പോയി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സന്തോഷം അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലിരിപ്പൊന്നുണ്ടെങ്കിൽ അത് പാടെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, അവരുടേതായ കാര്യങ്ങൾ നോക്കി നേരെ ഓഫീസിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് മിക്ക വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ടി വിയുടെ മുന്നിൽ ഓൺ ചെയ്തിരുന്ന ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരോട് ഒന്ന് സംസാരിക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിയുമ്പോൾ പിന്നെ എന്താ പറ്റിയേ എന്ന് ചോദിക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ സ്നേഹത്തോടെ ഒന്ന് അടുത്തിരുത്തി ഒന്ന് ചോദിക്കാനോ ഒന്നും ഇവർക്ക് നേരവുമില്ല. അതിനൊന്നും ഇവർ മെനക്കെടുത്തില്ല. പക്ഷേ അവരുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ, സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെയാണ് വലിയ സംഭവം എന്നാണ് ഇവരുടെ മിക്കവരുടെയും വിചാരം. എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളുടെയും ചിന്താഗതി അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ലേ ഉണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യം എന്താണ്? ആ ഒരു കെയറിങ്, ആ ഒരു സെക്യൂരിറ്റി. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. അതായത് ഇപ്പം നമുക്ക് ഒന്ന് വയ്യ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്നെ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് 2 വാക്ക് കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തു പൊയ്ക്കോ, ഹോസ്പിറ്റലിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ആ ഒരു അവരുടെ മൈൻഡ് ഫ്രീ ആവത്തില്ല. അതേ സമയത്തേക്ക് ഒന്ന് വായു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് എന്താ പറ്റിയേ എന്ന് ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചാലും മതി. ഓഫീസിൽ പോകാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊന്ന് വിളിച്ച് ചോദിച്ചാലും മതി, ഇവർ ഹാപ്പി ആവുന്നേ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ കുറച്ച് ക്യാഷ് കൊടുത്താൽ ഓഫീസിൽ പോയിക്കോ, അല്ല ഹോസ്പിറ്റലിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവർ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിക്കുകയെന്ന് വയ്ക്കാം. എന്താ പറയും, പെട്ടെന്ന് പറയും, എനിക്കിവിടെ ഭയങ്കര തിരക്കാണ്, ആവശ്യങ്ങളാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏത് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്താ വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടും. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഒഫീഷ്യൽ സംസാരമായിരിക്കും കൂടുതലും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ആ ഒരു അകൽച്ച അങ്ങോട്ട് മാറിക്കിട്ടും. ഇതൊക്കെയാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെയുണ്ടല്ലോ ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരിക്കലൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതായത് പിന്നെ അത് അവരുടെ മനസ്സിൽ നിന്ന് മാറില്ല. ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ചെവിയിൽ എത്തുകയാണ്, ഇവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്, എന്തുമായിക്കോട്ടെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള എന്തെങ്കിലും റിലേഷൻസ് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞെന്ന് കരുതിക്കൊണ്ടും ഇവരുടെ മനസ്സിൽ നിന്ന് ജന്മത്തത് മാറിയില്ല, ഒരിക്കലും അത് യോജിച്ചു പോകില്ല. പിന്നെ ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും. വർഷങ്ങൾക്ക് മുന്നേ വെറുതെ ഒന്ന് ചിരിച്ച് കാണിച്ച കാര്യമായിരിക്കും ചിലപ്പോൾ ഇവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എടുത്തിടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ, ഇപ്പം അതുപോലെ തന്നെ അതായത് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നീ അവരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, അയാളുടെ ഭാര്യയെ കണ്ടുപിടിക്കുക, നീ അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അനിയത്തിയെ കണ്ടുപിടിക്കുക, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യത്തില്ലേ. ഈ കമ്പയർ ചെയ്യുന്നത് ഇവർക്ക് ഒരിക്കലും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നല്ല വാക്ക് പറയത്തില്ല. എന്തെല്ലാം രീതിയിൽ നന്നാക്കി കൊടുത്താലും പറയും എന്തിന് കൊള്ളാം, ഇത് വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും, എന്നാൽ വെറുതെ കൊള്ളത്തില്ലെങ്കിൽ സൂപ്പറാണെന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങളെ അവർ തേനും പാലും കൊണ്ട് മൂടും, ആ ഒരു രീതിയിൽ ആക്കും. അതായത് അത്രയ്ക്കും അവർ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഇങ്ങോട്ട് പൊക്കി വിട്ടാൽ മതി. അതിന് പകരം നിങ്ങൾ എത്ര നല്ല രീതിയിൽ എന്തുണ്ടാക്കി കൊടുത്താലും ചിലരുണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തിനേ ഉള്ളായിരുന്നു, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റിയില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രം. പിന്നെ ചിലർ പറയും വെറും വേസ്റ്റാണ്, വെറുതെ വെച്ച് വിളമ്പി തിന്നിരിക്കാമെന്ന് മാത്രം, അതിനപ്പുറം നിന്നെക്കൊണ്ട് എന്തിനു പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഈ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വാശിയും ദേഷ്യവും വൈരാഗ്യം ഉണ്ടല്ലോ, ആ ജന്മത്ത് പിന്നെ അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് രണ്ട് കൂട്ടുകാർ തമ്മിൽ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര മിങ്കിളി ഭയങ്കര യോജിപ്പായിരിക്കും, അതുകൊണ്ട് സിംഗിളായിട്ട് അങ്ങനെ പോയിക്കൊള്ളും. പക്ഷേ ഈ ലേഡീസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ആ ഒരു ജന്മത്തത് മറന്നു കളയത്തിരുന്നത്. എത്ര വർഷം കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ആ ഒരു സംഭവം കിടക്കും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ ഈ വിരോധം എന്ന് പറഞ്ഞ സാധനം ഒരു കാരണവശാലും മനസ്സിൽ നിന്നൊട്ട് മാറ്റുകയില്ല, അതൊട്ട് മറക്കുകയില്ല. മറന്നൊന്നും നമ്മൾ വിചാരിക്കും, പക്ഷെ സൗകര്യ സന്ദർഭം അനുസരിച്ച് വരുന്നതും ഇവരത് എടുത്ത് വീണ്ടും പ്രയോഗിക്കും. അതുകൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് വലിയ കുനിഷ്ഠ കാര്യങ്ങളൊന്നും കയറാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അബദ്ധത്തിൽ പോലും മറ്റ് കാര്യങ്ങളൊന്നും, അതായത് വെറുതെ പോലും ആവശ്യമില്ലാതെ അവരെയും ഇവരെയായിട്ട് കമ്പയർ ചെയ്യാനോ ഒരു കാര്യങ്ങളും ഇവരോട് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സമാധാനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അതുപോലൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ മിക്ക ഭർത്താക്കന്മാർക്കുള്ളൊരു കുഴപ്പം, അവർ വെറുതെ പറയുന്നതാണ്, പക്ഷേ എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പഴഞ്ചൊല്ല് പോലെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമുണ്ട്. എത്ര നല്ല ആലോചനകൾ വന്നതാണെന്നറിയാമോ, അവസാനം വന്ന് തലയിൽ കയറിയത് ഇവിടെ, അല്ലെങ്കിൽ അവസാനം വന്ന് ഈ പടുകുഴിയിൽ വീണുപോയി. എന്തോരം നല്ല പെണ്ണുങ്ങൾ, എന്തോരം നല്ല ആലോചനകൾ വന്നതാണ്. ഇവരൊരു ശൈലിക്ക് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷേ കുടുംബം കലക്കും ഈ ഒരു സംഭവം. അവർ കേൾക്കുന്നവരുടെ മനസ്സിൽ നിന്ന് ഇത് പോവില്ല. അതിങ്ങനെ ഇവരിങ്ങനെ ഇട്ട് ചകഞ്ഞ് അതിൻ്റെ വേരും അതൊക്കെ എല്ലാം മാന്തിയെടുത്ത് അതിനെ പല രീതിയിൽ ഇവരങ്ങ് ആക്കിക്കളയും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് എത്ര നല്ല ആലോചനകൾ വന്നാൽ പിന്നെ നിങ്ങൾക്കത് കെട്ടാൻ പാടില്ലായിരുന്നോ, എന്തിനാ ആലോചനകളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഇല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ പറയാതിരിക്കുക, മറന്നു പോവാതിരിക്കുക. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഷ്യവും വൈരാഗ്യവും ഈ വക സാധനങ്ങളൊന്നും ഒരു കാരണവശാലും അവർ വിട്ടുകളയത്തില്ല. വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത കാര്യങ്ങളുടെ ഫലം അവരിപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അന്ന് നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അന്ന് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല, എന്നാൽ ഇന്നിങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രസൻറ്റിൽ അങ്ങനെ അധികം അങ്ങോട്ട് ജീവിക്കത്തില്ല. അതായത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് ഡിപ്രസ്ഡ് ആവും. അത് മെയിൻ പ്രശ്നം അതാണ്. ഇവരിങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻസൈറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നാളെ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഭയങ്കര ആൻസൈറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഇന്നിൽ ജീവിക്കാൻ ഈ ലേഡീസിനെ സംബന്ധിച്ച് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. ഇത് ഭയങ്കര ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ലേഡീസ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ സന്തോഷം അല്ലെങ്കിൽ ഇന്നത്തെ കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പണ്ട് എന്നോട് അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്, പണ്ട് ഞാൻ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടു. ആ ഒരു ചിന്താഗതി അങ്ങോട്ട് മാറ്റിക്കളയാം. പണ്ടത്തെ കാര്യമല്ലേ, അത് പണ്ട്, അതങ്ങോട്ട് വിട്ടുകളയാം. അതുപോലെ അയ്യോ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം. ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും, ഡിപ്രഷനിലേക്ക് പോകും. ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്താഗതികളൊക്കെ ആയിരിക്കും, ഭയങ്കര സ്വപ്നങ്ങൾ, ഭയങ്കര ചിന്താഗതികളൊക്കെ ആയിരിക്കും. അത് ആൻസൈറ്റിയിലേക്കും പോകും. പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് അവർക്ക് ഭയങ്കര മടിയാണ്. അതിലേക്ക് ഇവരെ കൊണ്ടുവരിക.
പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നിർത്താതിരിക്കുക. സ്നേഹത്തോടെയുള്ള ഇടയ്ക്ക് ഒരു കലോടൽ, ഒരു വാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയെന്ന്. എത്ര വലിയ അസുഖങ്ങൾ വരെ ഇവർക്ക് കാശ് കുറേ മുടക്കണമെന്നോ നിങ്ങൾ കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കണമെന്നോ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ മനസ്സിൽ. ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് കെയറിങ്ങും ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ്. അപ്പം മറന്നു പോവാതിരിക്കുക. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു ചേട്ടന്മാർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ അലമുറയിട്ട് കരയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അവർക്ക് വേണ്ടിയിട്ട് കുറേ സമ്പാദ്യം, നിങ്ങൾ എൻ്റെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് ഞാൻ അങ്ങോട്ട് ചിലവാക്കിയെന്നാണ് ഒരാൾ പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കതൊന്നും അല്ല വേണ്ടത്. വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നില്ല. ഇടയ്ക്ക് നമ്മൾ ഗിഫ്റ്റുകളായിട്ടും അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അവർ ആ സാഹചര്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അറിഞ്ഞ് ഇവർ പെരുമാറിക്കൊള്ളും എന്തുണ്ടെങ്കിൽ, സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ. അപ്പം അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ ചേച്ചിമാരെ, ഇവർ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നതാണ്. ഇവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചിന്താഗതികളൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല. കുറേ പേരോട് നമ്മളായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് വിഡ്ഢിത്തരവും കാര്യങ്ങളൊന്നും അല്ല. അവരങ്ങനെ ആ ഒരു മുരടൻ നേച്ചറുള്ളവരായിരിക്കും കൂടുതലും ആളുകളും. അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ ഇത് കേട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും. അവർക്ക് അവരുടേതായ മാനസിക വളർച്ചയുടെ സമയത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വീട്ടിൽ കിടന്ന് ചകട ചെയ്ത നേരമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പഠിത്തത്തെ അത് വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ അവരുടെ മാനസിക വളർച്ചയെ അത് വളരെയധികം ബാധിക്കും. പിന്നീട് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നാണ് അവരുടെ ആ ഒരു സ്വഭാവം രൂപകൽപ്പന ചെയ്യുന്നത്. അത് ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭാവിയെ ഓർത്ത് പ്രസൻറ്റിൽ ജീവിക്കുക. കഴിഞ്ഞു പോയതെല്ലാം അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക. വരാനുള്ളത് അപ്പോഴല്ലേ, അതിങ്ങ് വന്നോളും. നിങ്ങളിപ്പോഴേ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം യാതൊരു പ്രശ്നവും കൂടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോവുക. നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.